ഹലോ സൗദാബി, സുഖല്ലേ? ഹായ് മിസ്റ്റർ സുഖാണ്. യെസ്. മാമിനോ? നല്ല മഴയൊക്കെ യെസ്. ആണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ, ഭയങ്കര ഭയങ്കര മഴ കാലാവസ്ഥ. എനിവേ, അതെ. സോ ഇറ്റ് വെരി നൈസ് ടു സ്പീക്ക് ടു. എന്താ വെച്ചാൽ നമ്മള് പെന്നിലൂടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്യണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് തമ്മിൽ അധികം പരിചയമില്ല. മുൻപ് നമ്മൾ അത്ര ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് നന്നായി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. റിയലി. ആഹ് അതെ അതെ. അപ്പോ പറയൂ, സദാബി പറയൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മാമിനെ കുറിച്ചിട്ട് പിന്നെ വെന്നിന്റെ അതാണെന്നെല്ലാം അറിയാം. ഫൈനാൻസിന്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. മാമിന്റെ അർത്ത ഫൈനാൻസിയേഴ്സ് എന്നാണെന്ന് വരെ അറിയാം. ബട്ട് ഡീപ്ലി എനിക്ക് ഒന്നും അറിയില്ല. എന്താണ് ശരിക്കും മാം ചെയ്യുന്നത്? ഒന്ന് പറയാമോ? ഫേമിന്റെ പേര് വെൽത്ത് അക്ക മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ്. അതെ, ഞങ്ങള് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ നമ്മുടെ ഇപ്പൊ ഉള്ള പൈസ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതാണ് വെൽത്ത് മാനേജ്മെന്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും തെറ്റിദ്ധരിക്കുക, വെൽത്ത് എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉള്ള ആളുകളാണ് സ്വന്തം പൈസ മാനേജ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല. മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളതും ഇല്ലാണ്ടാവും എന്നുള്ളത് നമ്മൾ പല കുടുംബങ്ങളിലും കാണുന്നതാണല്ലോ. എന്താണോ ഉള്ളത് അതിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് മിച്ചം വെച്ച് അതിനെ ശരിയായ രീതിയിൽ നിക്ഷേപിച്ച് നമ്മുടെ ഭാവിയെ, കുടുംബത്തിന്റെ ഭാവിയെ സുരക്ഷിതാക്കുക എന്നുള്ളതാണ് വെൽത്ത് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈസ്. അപ്പം അപ്പൊ അതിന് എങ്ങനെയുള്ള ഒരു ക്ലയന്റ് ആയാലും അത് പ്രശ്നമല്ല. എത്ര ചെറിയ ആയാലും വലുതായ ക്ലയൻസ് ആയാലും അവരുടെ നിലവിലുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഭാവിയിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഏതൊക്കെ രീതിയിൽ അവർ ആ പൈസ എങ്ങനെയൊക്കെ നിക്ഷേപിച്ചാൽ നന്നായിരിക്കും എന്നുള്ള സജഷൻ കൊടുക്കുക. അതിന് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ, ഞങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വേണ്ട പോലെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഒരു കുടുംബത്തിന് അവരുടെ ഒരു സാമ്പത്തിക യാത്രയിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ പ്രൊഫഷണലി ഇപ്പൊ ഡിഗ്രി എന്ന് പറയാം, സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന് പറയും. അത് വളരെ ഇന്ത്യയിൽ അധികം ആളുകൾ ആ ഡിഗ്രി എടുക്കാത്തതുകൊണ്ട് അത്ര ഫെമിലിയർ അല്ല ആൾക്കാർക്ക്. ഇൻഫാക്ട് ശരിക്കും. കോഴിക്കോട് ഇതുവരെ ആകെ നാലാളെ ആ ഡിഗ്രി ഓ എടുത്തിട്ടുള്ളൂ. റിയലി? ഓ അതെ ഗ്രേറ്റ്. അതെ. അപ്പൊ ഇത് ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പോഴാണ് അത് കുറച്ച് ഇന്ത്യയിൽ തന്നെ അതിനൊരു സാധ്യത വരുന്നത്. അപ്പൊ അതിന്റെ വാക്ക് പറയുമ്പോ ഇതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, സ്വന്തം പൈസയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, പേഴ്സണൽ ഫൈനാൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇക്കാലത്ത് വളരെ അതിലാണ്. അത്യാവശ്യമുള്ള ഒരു സംഭവം. ശരി. അതെ അതെ, അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് അതാണ്. ഓക്കെ. സൗദാബി പറയൂ, നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഫേം ആണ് താജ്നെത്ത് എന്നുള്ള പേരാണ് നിങ്ങളുടെ ഫേമിന്റെ പേര്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് ആണെന്നുള്ളത് പറയും. ശരിക്കും ഈ താജ്നീത് എന്നുള്ള പേരിന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് പോലും. അതെ. താജ്നീത് എന്നും തജ്നീത് എന്നും. അതൊരു തജ്നീത് എന്നുള്ള അറബിക് വേർഡ് നിന്നാണ് അത് അങ്ങനെ ഉണ്ടായത്. ഞങ്ങൾ ഒത്തിരി കാലം എബ്രോഡ് ആയിരുന്നു, പുറത്ത്. അപ്പോൾ ഹസ്ബൻഡ് ആണ് അത് സജസ്റ്റ് ചെയ്തത്. ഒരു അറബിക് തജ്നീത് മീൻസ് റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഓ, അത് ആണോ? ഓക്കെ. അപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ രജിസ്റ്റേർഡ് കമ്പനി നെയിം വെന്റി ബിസിനസ് എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ്. ഇത് ഞങ്ങളുടെ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ ഇതൊരു HR കമ്പനിയാണ്. മീൻസ് അറിയാലോ, ഇവിടെ സൊസൈറ്റിയിൽ ഒത്തിരി HR കമ്പനീസ് ഉണ്ട്. ബട്ട് മെയിൻലി ഞങ്ങൾ ചെയ്യുന്നത് എബ്രോഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഓ, ഓക്കെ. ജോബ് അത് ശരി. റിക്രൂട്ട്മെന്റ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അത് ശരി. അപ്പൊ എങ്ങനെ എബ്രോഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോ, ഇവിടെ ഒരുപാട് ഫേംസ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മള് എന്താണ് ഒരു പുറത്തേക്ക് പോകണം, ജോലിക്ക് പോകണം എന്ന് പറയുന്ന ആള് എന്തിനു വേണ്ടി രാജ്യത്തിന്റെ അടുത്തുനിന്ന് വരണം എന്ന് ചോദിക്കുമ്പോ, വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി? എ ഗുഡ് ക്വസ്റ്റ്യൻ മാം. റിയലി ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ എന്ന് പറയാം, കാൻഡിഡേറ്റ്സിന് അറിയില്ല. അവർക്ക് പഠനത്തിന് പുറത്തു പോകണം, അത് കഴിഞ്ഞ് ജോബിന് പുറത്തു പോകണം. ബട്ട് എവിടെ അതിനെ അപ്രോച്ച് ചെയ്യും, ആര് അതാക്കും എന്നുള്ള ഒരു ഐഡിയയും ഇല്ല പുതിയ ജനറേഷന് പോലും. അപ്പോൾ ഞാൻ തന്നെ ഒരു നഴ്സിംഗ് കോളേജിൽ ഇതുപോലെ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഫൈനൽ ഇയർ ബാച്ചിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർ അവരടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യും അബ്രോഡിലേക്ക് പോകാൻ? എല്ലാവർക്കും പോകണം, 99% കുട്ടികൾക്കും പുറത്തേക്ക് പോകണം ജോബിന്. ബട്ട് ആരെ അപ്രോച്ച് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്ന ഒരു ട്രാവൽ ഏജൻസിയെ പോയി കാണും, അങ്ങനെയാണ് പറയുന്നത്. ആക്ച്വലി ഇത് ട്രാവൽ ഏജൻസി അല്ല ചെയ്യുന്നത്. ഇത് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് കമ്പനികൾക്ക് മാത്രമേ കാൻഡിഡേറ്റ്സിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒരുപാട് ഫേക്ക് ഏജൻസീസും ചീറ്റിങ്ങും
നമുക്കറിയാം ഒരു കുറച്ച് മന്ത്സ് മുമ്പാണ് കുറച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്ത് റഷ്യൻ വാർഫ്രണ്ടിലൊക്കെ എത്തിയ ഒരു ന്യൂസ് ഒക്കെ നമ്മൾ വായിച്ചു. അതുപോലെ വിസിറ്റിങ്ങിനെല്ലാം പോയിട്ട് നമ്മുടെ എന്താ പറയാ താൻസാനിയ അതുപോലെയുള്ള പല കൺട്രീസിലേക്കും വിസിറ്റിംഗ് ടൂർ എന്നെല്ലാം പറഞ്ഞ് പോയിട്ട് കുട്ടികളെ മിസ്യൂസ് ചെയ്യുക, ജോബ് എന്നെല്ലാം പറഞ്ഞ് പോയിട്ട് അവരെ ട്രാപ്പിൽ പെടുത്തിയിട്ട് മറ്റു ഉം. രീതിയിൽ ജോലി ഇത് ചെയ്യിപ്പിക്കുകയാണ് അവരെ കൊണ്ട് അവിടെ ചെയ്ത് അതെ. റൂമിലൊക്കെ അടച്ചിട്ടിട്ട്. അങ്ങനെ റിലയബിൾ കമ്പനി അല്ലെങ്കിൽ കുട്ടികൾക്ക് ചീറ്റിംഗ് പറ്റും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെക്ക് ചെയ്യണം ഈ കമ്പനി ജെനുവിൻ ആണോ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ആ. നെയിം ഉണ്ടോ, വെൻഡി ബിസിനസ് എന്റർപ്രൈസസ് എന്ന നെയിം ഉണ്ടോ, എന്റെ നെയിം അതിനകത്തുണ്ടോ എന്ന് വരെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 100% റിലയബിൾ ആണെന്ന് മേക്ക് ഷുവർ ആക്കിയതിന് ശേഷം മാത്രമേ കുട്ടികൾ പുറത്തു പോകാവൂ. ഞങ്ങളുടെ കമ്പനി അല്ല, ഇനി ഏത് കമ്പനി ആയാലും മാമിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കമ്പനീസിന്റെ കൂടെ മാത്രമേ നിങ്ങൾ അബ്രോഡിൽ ജോബിനായാലും പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. യെസ്, കറക്റ്റ്. യെസ്. പിന്നെ മാം മറ്റേ ഇതിൽ ചെയ്യുമ്പോഴേ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? യെസ്. ഞാന് എന്റെ പ്രൊഫഷൻ തുടങ്ങുന്നത് തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണ്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണ്. അപ്പൊ ഓക്കെ. അത് ഒരു 28 വർഷം മുമ്പ് 1997 ഞങ്ങൾ ഈ ബ്രോക്കിംഗ് ബിസിനസ് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യയിലെ ഒരു ഓൺലൈൻ ട്രേഡ്, ഒരു സ്ക്രീൻ ബേസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 94 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത് തന്നെ അപ്പോഴാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയൊന്നുമില്ല. കോഴിക്കോട് അന്ന് ആകെ 2-3 പേരെ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും അങ്ങനെ ഒരു എന്റെ ഫാമിലിയിൽ നിന്ന് എന്റെ അങ്കിൾ ആ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് അത് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ തുടങ്ങി ആദ്യത്തെ ഒരു 5-6 വർഷം ഫുള്ളി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം മൂപ്പരുടെ ഫാമിലി ബിസിനസ്സിലേക്ക്, കോഫി ബിസിനസ് ആണ് അവർക്ക് വയനാട്, അങ്ങനെ അതിലേക്ക് മാറുന്ന സാഹചര്യം വന്നപ്പോ പിന്നെ ഞാൻ ഫുൾ ടൈം അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഞാനത് മൊത്തം മാനേജ് ചെയ്യാന്നുള്ളതിലേക്ക് വന്നത്. സി, സ്റ്റോക്ക് മാർക്കറ്റ്സിനെ കുറിച്ച് ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. റിയലി പ്രത്യേകിച്ച് എനിക്ക് പോലും ഒന്നും അറിയില്ല എപ്പോഴും. ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ കേട്ടിട്ടുണ്ട്, ബട്ട് എങ്ങനെയും അതിനകത്തുനിന്ന് ക്യാഷ് ഉണ്ടാക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല എപ്പോഴും. മനസ്സിലായി. പൊതുവെ കേരളത്തിലും അതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. ബാക്കി പല സ്റ്റേറ്റ്സിലും ഉള്ള അത്രയും പോലും നമ്മൾ പറയും സാക്ഷരത വളരെ കൂടുതലുള്ള കേരളമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ പൊതുവെ വളരെ അവയർനെസ് കുറവാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉള്ള ഏറ്റവും നല്ല കമ്പനികളുടെ ഓണർഷിപ്പ് ആണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ. നമുക്ക് തുടങ്ങാൻ പറ്റാത്ത, കടക്കാൻ പറ്റാത്ത മേഖലകളിൽ പോലും ഏറ്റവും നന്നായി ചെയ്യുന്ന ബിസിനസ്സുകൾ, അത് ടാറ്റ, ബിർള, അംബാനി, അതെ ആരായിക്കോട്ടെ, അവരുടെ ഏറ്റവും വലിയ കമ്പനികളിൽ ചെറിയ നിക്ഷേപം ചെയ്തുകൊണ്ട് നമുക്ക് ആ കമ്പനിയിൽ ഒരു ഓണർ ആവാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ആ കമ്പനികൾ നന്നാവുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷെയറിന്റെ വാല്യൂ കൂടുന്നു, നമുക്കത് ലാഭത്തിൽ കൊടുക്കാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ ഇപ്പൊ എന്താ വെച്ചാൽ നമുക്കത് സ്വന്തമായിട്ട് തീരുമാനിക്കെടുക്കുക ഒന്നും വേണ്ട. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു വഴി കൊണ്ട് തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അത് നമ്മുടെ പൈസ അവർ മാനേജ് ചെയ്തോളും. അവര് തീരുമാനിക്കും ഈ കണ്ട ആയിരക്കണക്കിന് കമ്പനികൾ ഏതാണ് നന്നാവുക, അതിന് ഏതാണ് ഭാവിയുള്ള, ഏത് സെക്ടർ നന്നായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നമ്മുടെ പൈസ നന്നായിട്ട് മാനേജ് ചെയ്ത് ഏതൊരു മറ്റൊരു നിക്ഷേപത്തിനേക്കാളും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നിങ്ങൾ ലോങ് ടേം ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കിട്ടിയിട്ടുള്ളത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ എന്നുള്ള അർത്ഥമുള്ളൂ. ഈ ഇൻവെസ്റ്റ്മെന്റ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ യാതൊന്നും അറിയാതെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കി തരുന്ന ഒരു മേഖലയാണത്. അതില് എന്തും ശരിക്ക് ചെയ്താലല്ലേ അതിൽ കിട്ടുള്ളൂ, അല്ലെ? തെറ്റായി ഇപ്പൊ ഏതൊരു സിമ്പിൾ ഒരു അതെ. മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും ദുരുപയോഗം ചെയ്താൽ അതുകൊണ്ട് ദോഷമുണ്ടോ? പക്ഷെ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും. മാർക്കറ്റിൽ കയറിയിട്ട് വെറുതെ ഗാംബ്ലിംഗ് ചെയ്യുക, ട്രേഡിംഗ് ചെയ്യുക, പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ കാശ് പോവേ ഉള്ളൂ. മറിച്ച് നല്ല രീതിയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുമുണ്ട്, ഇനി ഭാവിയിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ അത് എങ്ങനെ ശരിയായിട്ട് ചെയ്യണം എന്നുള്ളതിന് ഗൈഡ് ചെയ്യാനാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു അഡ്വൈസ് എടുത്തുകൊണ്ട് മാത്രം ചെയ്യുക. അറിയാത്തവര് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അതിൽ ഗുണം ഉണ്ടായിരിക്കും. അതെ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അതെ, അതെ, അതെ. അപ്പൊ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഇത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അബ്രോഡ് ആണ് ചെയ്യുന്നത് കൂടുതൽ, അല്ലെ? അല്ല, ഇന്ത്യയിൽ ചെയ്യണ്ടോ? എങ്ങനെയൊക്കെ കൺട്രീസിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾക്ക് ഓൾ ഓവർ ദ വേൾഡ് ചെയ്യാനുള്ള മിനിസ്ട്രിയുടെ ലൈസൻസ് ഉണ്ട്. ഫുൾ GCC, യൂറോപ്പ് എല്ലായിടത്തും ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. ബട്ട് ഓക്കെ. ഞങ്ങളിപ്പോ ജസ്റ്റ് ലൈസൻസ് എടുത്ത് ജസ്റ്റ് റണ്ണിങ് ആയിട്ട് ഒരു 3-4 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഇപ്പോ ഓ. ഗ്രോയിങ് ലെവലിലാണ് ഉള്ളത് കമ്പനി ഉള്ളത്.
ആ. ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ്ലി ഞങ്ങള് 4 ഇയേഴ്സ് ആയിട്ടുള്ള നാട്ടിൽ സെറ്റിൽ ആയിട്ട് സൗദിയിലായിരുന്നു എല്ലാവരും അത് ഫാമിലി ശരി, അത് ശരി, അത് ശരി. മൊത്തം. ആ. അപ്പൊ അതിനുശേഷമാണ് ലൈസൻസിൽ അപ്ലൈ ചെയ്തത്. ഒരു 1 ഇയറോളം ആ ഒരു പ്രോസസ്സ് തന്നെ നീണ്ടു വന്നു. കാരണം അത്രയും ടഫാണ് ഇത് ലൈസൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ സെൻട്രൽ ഓ, ഗവൺമെന്റ്. ആണോ? ഓ, അത് ശരി. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു, ജസ്റ്റ് റണ്ണിങ്ങിലാണ്. ഇപ്പൊ നമ്മൾ GCC കൺട്രീസ് ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി റിക്രൂട്ട്മെന്റ് തുടങ്ങി. അത് ആ, തന്നെ വൈറ്റ് കോളർ ജോബ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആ, ആ, അത് ശരി. അത് പിന്നെ ഇപ്പൊ നഴ്സസ് ഒക്കെ അവിടെ ഒരു ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ആയി. ഇപ്പൊ നഴ്സസ് എല്ലാം പോകാൻ തുടങ്ങി. കുറച്ച് പേര് ഫ്ലൈ ചെയ്തു. ഇപ്പൊ കുറെ പേരുടെ അണ്ടർ പ്രോസസ് ആണ്. ഇപ്പോൾ ഉം. മെഡിക്കൽ പ്രൊഫഷണൽസിനെ എല്ലാം റിക്രൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പ്രോസസ് ഉള്ള ഒരു സംഭവമാണ്. നോർമൽ റിക്രൂട്ട്മെന്റിനേക്കാളും കൂടുതൽ അവർക്ക് കുറച്ച് ഡാറ്റ ഫ്ലോ ചെയ്യണം, പ്രോമെട്രിക് ചെയ്യണം, അങ്ങനെ കുറച്ച് ഇവിടുത്തെ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് വേണം അവർ പോവാൻ. അപ്പൊ ഉം. അതിന്റെ പ്രോസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേരുടെ. അങ്ങനെ അത് ആ ശരി. റണ്ണിങ് ലെവലിലാണ് ഉള്ളത് ഇപ്പൊ. ഓക്കെ, പിന്നെ വെരി ഗുഡ്. അതെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട്നേഴ്സ് ഉണ്ടോല്ലോ? നിങ്ങള് തനിച്ചാണോ ചെയ്യുന്നത്? ഫാമിലി ബിസിനസ് ആണ്. ആ, ഹസ്ബൻഡ്, ബ്രദർ ആൻഡ് നെഫ്യൂ, ഞങ്ങൾ 4 പേര്. ആ, ശരി, ശരി. അപ്പൊ എന്റെ ഫാമിലി ബിസിനസ് ആണ്. ആക്ച്വലി വളരെ സിമിലർ ആണ്. എന്റെ രണ്ട് തുടങ്ങിയത് ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ്. ഓഫ്കോഴ്സ് പിന്നീട് മൂപ്പര് ഇതിന്ന് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള റോളിൽ നിന്ന് മാറിയെങ്കിലും ഇപ്പൊ എന്റെ രണ്ട് മക്കളും ബിസിനസ്സിലേക്ക് വന്നു. രണ്ട് ബോയ്സും. അവര് മൂത്താള് വന്ന് 6 വർഷമായി, രണ്ടാമത്തെ ആള് വന്നിട്ട് 4 വർഷമായി. മൂത്ത മരുമകള് അഞ്ജലി. അഞ്ജലി നമ്മുടെ വെൻ മെമ്പർ ആണ്. അഞ്ജലി വന്നിട്ട് ഏകദേശം അതെ, അതെ, അതെ. DNA അഞ്ജലി മെമ്പർ കൂടിയാണ്. അതെ, അതെ. അഞ്ജലി വന്നിട്ട് 3 ഇയേഴ്സ് മേലെ അഞ്ജലി ജോയിൻ ചെയ്തിട്ട്. അപ്പൊ 3 പേരും ഇപ്പൊ യങ്ങർ ജനറേഷൻ വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു, സപ്പോർട്ട്. പിന്നെ ഭയങ്കര വലിയ കാര്യല്ലേ നമുക്ക് കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അടുത്ത ലെവലിലേക്ക് ആ ഫേമിനെ കൊണ്ടുപോകാൻ നമുക്കും ഒരു വലിയൊരു പ്രചോദനമല്ലേ. നമ്മൾ തീർച്ചയായിട്ടും, ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും. നിൽക്കുന്നതിനേക്കാളും അതൊരു വലിയൊരു ആബ്സല്യൂട്ട്ലി. സംഭവം തന്നെ. ഫാമിലി ബിസിനസ് ആവുമ്പോൾ അതിന്റെ ഒരു നമുക്ക് ലേഡീസ് ആവുമ്പോൾ പ്രത്യേകിച്ചും അതിന്റെ ഒരു പിന്നെ ഇതും കൂടെ കിട്ടും നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അതെ, അതെ, അതെ. ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളിപ്പോ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് അബ്രോഡിലേക്ക് പോവാന്നുള്ള, അവിടെ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഏത് രീതിയിലാണ് ഇതൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും, അയ്യോ എനിക്ക് വിസ വേണം, എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും നമുക്ക് വിസ കൊടുക്കാനോ കൊണ്ടുപോകാനോ പറ്റില്ല. ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് റിലയബിൾ കമ്പനീസുമായിട്ട് ടൈപ്പ് ആവാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന എല്ലാവർക്കും അവിടെ ജോബ് കൊടുക്കുക എന്നതിനപ്പുറം നല്ലൊരു കമ്പനീനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് തന്നെ കാണുന്നത്. പിന്നെ റൈറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്കുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുക. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ബിസിനസ് ആയിട്ട്. റൈറ്റ്, റൈറ്റ്, റൈറ്റ്. ഓക്കെ, ശരി. പിന്നെ അതോടൊപ്പം ഞങ്ങൾ ആഡ് ഓൺ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ലാംഗ്വേജ് കോഴ്സസും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓ, മീൻസ് ഓക്കെ. അബ്രോഡിൽ പോകുമ്പോൾ നമ്മൾക്ക് കുട്ടികളെ കൊടുക്കുമ്പോൾ കമ്പനീസിനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു അതെ, പ്രത്യേകിച്ച് ഈ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ജർമ്മൻ അറിയാണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലേ? ആ, ശരിക്കും അതുപോലെ. അപ്പോൾ സൗദിയിലൊക്കെ ഇപ്പം ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ വിട്ടപ്പോൾ അവർക്ക് ഇംഗ്ലീഷും അറബിക്കൊക്കെ ഞങ്ങൾ ബേസിക് കൊടുത്തിട്ടാണ് വിട്ടത്. കാരണം കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. പുതിയ അതെ. എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കരമായിട്ട് പാടുപെടും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇതും കൂടെ ചെയ്തിട്ടാണ് ആ കുട്ടികളെ വിടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ട്രെയിനിങ് ഉണ്ട്, കൂടെ അറബിക് ഉണ്ട്. അതിന് ഗ്രാജുവലി ബാക്കി എല്ലാ കൺട്രീസിലേക്കും വിടുന്നതിനനുസരിച്ച് ലാംഗ്വേജ് ട്രെയിനിങ് കൂടെ ഇത് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. യെസ്. പിന്നെ ഇപ്പം എന്റെ ഇപ്പൊ ഒരു സ്ഥിതി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വെന്നിലും നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ബട്ട് ജനറലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, സ്ത്രീകൾക്ക് ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കാനോ അതിലേക്ക് കടക്കാനോ ഭയങ്കര മടിയാണ്. റിയലി അതെ, അങ്ങനെയുണ്ട് ശരിക്കും. അതെ. കാരണം കൾച്ചറലി സ്പീക്കിംഗ് നമുക്ക് പൊതുവെ വീട്ടിലെ ആണുങ്ങളെ നോക്കിക്കോളും. ഞാൻ അതെ, വീട്ടിലെ കാര്യങ്ങളും ചെലവ് നോക്കുക, അതിനപ്പുറത്തേക്ക് ഒരു ഇമ്പോർട്ടന്റ് ഡെസിഷൻസിൽ സ്ത്രീകൾ അങ്ങനെ അധികം ഇറങ്ങുക എന്നുള്ളത് വളരെ കുറവാണ് നമ്മുടെ കൾച്ചറിൽ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതാണ്. അപ്പൊ അതിപ്പോ മാറി വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ഹാപ്പിയാണ്. പക്ഷെ അതില് യങ്ങർ ജനറേഷൻ കുട്ടികൾ, അവർക്ക് ഒരു അവയർനെസ് ഉണ്ട്. അതായത് അവർക്ക് ആ ഒരു, ഞാൻ പറയും, ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അപ്പൊ ആ പൈസയുടെ കൺട്രോൾ എന്റെ കയ്യിൽ വേണം. അല്ലാതെ ഞാനിത് എടുത്ത വഴിക്ക് എന്റെ അച്ഛന്റെ കയ്യിലോ ബ്രദറിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിലോ എടുത്ത് കൊടുത്തിട്ട് അവരെന്തോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ വിടലല്ല. നമ്മള് കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാനും കൂടെ അറിയണം എന്നുള്ള ആ ഒരു ഫീലിംഗ് കുട്ടികൾക്ക് ഉണ്ട്. അപ്പൊ അതെ, ന്യൂ അതുകൊണ്ട് തന്നെ ജനറേഷൻ ഉണ്ട്. അതെ. തീർച്ചയായിട്ടും യങ്ങർ ജനറേഷനിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് ഇപ്പം ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിയില്ല അതുപോലെ വേറെ എത്ര പേര് ചെയ്യേണ്ടെന്നുള്ള, എന്റെ അറിവിൽ അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ല. എങ്കിലും ഞാനിപ്പോ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു
ഒരു ഏതൊരു കുട്ടി ആരായാലും കുഴപ്പമില്ല, ഞാൻ ഇത്ര വയസ്സുള്ള ആളെ ഞാൻ കാണുള്ളൂ എന്നൊന്നും ഒരിക്കലും ഞാൻ ആ ചോദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നില്ല. എന്നെ സംസാരിക്കണമെന്ന് താല്പര്യമുള്ള ആരായാലും അത് പ്രശ്നമല്ല. അതെ, ഒരു ഓൾ ആർ ഫിനാൻഷ്യൽ വെൽക്കം. പ്ലാനിങ് ഓൾ ആർ വെൽക്കം. കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് സംതിങ് ഐ ഡെവലപ്ഡ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പം അതായത് ഇപ്പൊ ഏതൊരു ആളും ഇപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഫിനാൻസ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യനർ അയച്ചു കൊടുക്കും. പിന്നെ നിലവിൽ അവരുടെ ഫിനാൻഷ്യലി സ്ഥിതി എന്താണ് എന്ന് വെച്ചാൽ, എന്റെ വരുമാനം എന്തുണ്ട്, ചെലവ് എന്തുണ്ട്, ഞാൻ ഇതുവരെ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്റെ അസറ്റ്സ് എന്തൊക്കെയുണ്ട്, ലയബിലിറ്റി കടങ്ങൾ എന്തൊക്കെയുണ്ട്, ഭാവിയിൽ എന്റെ ഫാമിലിക്ക് വേണ്ട എന്തൊക്കെയാണ് ആവശ്യം, ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ, ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പ്രോപ്പറായിട്ട് ഒരു ക്വസ്റ്റ്യനർ എഴുതി വാങ്ങും. അപ്പൊ ഈ പലപ്പോഴും ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്യുമ്പോഴാണ് പലരും ആലോചിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെ. അതുവരെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ചിലപ്പോ. പലരും എന്നോട് പറയാൻ, ഓ ഇത് എഴുതിപ്പെട്ടോ മാഡം, എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ അത് ചെയ്ത് എഴുതി വാങ്ങിയിട്ട് ഞാൻ ഒരു കൺസൾട്ടേഷൻ ഇരിക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 40 to 50 minutes ഞാൻ ഒരു കൺസൾട്ടേഷൻ ഓ, ചെയ്തിട്ട് ഇതൊക്കെ വായിച്ചു നോക്കി അവരോട് സംസാരിച്ചിട്ട് അവരുടെ ഒരു ബേസിക് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പൈസ ഹാൻഡിൽ ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഓരോരുത്തർ അത് എന്തായാലും സംസാരിക്കുമ്പോഴാണ് പഠിക്കന്നെ നമുക്ക് വേണം. മനസ്സിലാവുക. ഈ കടലാസ് എഴുതിയത് വെച്ചിട്ട് കുറച്ചൊക്കെ മനസ്സിലാവും, എന്നാലും സംസാരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത് വെച്ചുകൊണ്ട് അവര് ഇനി കുറെ ലോങ് ടേമിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊക്കെ വേറെ കാര്യം. പക്ഷെ ഇപ്പൊ ആസ് ഓഫ് നൗ അടുത്ത ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, 1 2 3 4 നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇരിക്കാം. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് വരൂ എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ ഇങ്ങനെ പറയും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഈ കടം തീർത്തിട്ടുണ്ടാവണം, ബാങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇത്ര പൈസ ഉണ്ടായിട്ടുണ്ടാവണം, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം ചിന്തിക്കാം. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് അവർക്കൊരു ഡെസിഷൻ എടുക്കാൻ ഒരു എളുപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമൊന്നും അവർക്ക് അറിയാത്തതൊന്നുമല്ല, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എവിടെ ക്ലാരിറ്റി ആ, കുറവുണ്ടാവും. എക്സാക്ട്ലി, ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ആണ് പലർക്കും പ്രശ്നം. അപ്പൊ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അറിയണം എന്നുള്ളതാണ് കാര്യം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മള് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഐ തിങ്ക് നമ്മൾ രണ്ടുപേരും നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് തോന്നുന്നു. യാ, അപ്പോ സൗദാമിക്ക് എന്തെങ്കിലും കൂടുതൽ മെമ്പേഴ്സിനെ അറിയാനായിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എൻ്റെ കമ്പനിയുടെ ഇത് മാത്രമല്ല, നമ്മൾ സൊസൈറ്റിക്ക് ഒരു ഞങ്ങളുടെ സർവീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഏത് കുട്ടികൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിലുള്ള പരിചയമുള്ള ആരാണെങ്കിലും ജോബിന് പുറത്തേക്ക് പോകുന്നുണ്ടോ, എന്തായാലും റിലയബിൾ ഏജൻസിയെ മാത്രമേ നിങ്ങൾ അപ്രോച്ച് ചെയ്യാവൂ എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു അഡ്വൈസ്. കാരണം എങ്ങനെയായാലും ഒത്തിരി ട്രാപ്സ്, ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് വലിയ ട്രാപ്സിൽ കുട്ടികൾ പെടുന്നുണ്ട്. അതിൽ നിന്ന് അവരെ സേവ് ചെയ്യാം. അത് നമ്മൾ എന്റെ ഏജൻസി ആണെങ്കിലും അല്ലെങ്കിൽ പോലും അത് വളരെ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റ് നമ്മുടെ മുമ്പിൽ അതെ അതെ അതെ, റെഡിയാണ്. പറഞ്ഞല്ലോ. അതെ കയറിയിട്ട് അതെ, ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. ഒരു ഏജൻസി അവർ യെസ്, അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഏജൻസിയുടെ പേര് അല്ലെങ്കിൽ ലൈസൻസിയുടെ പേര് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അതെ അതെ, മനസ്സിലായി. അതെങ്കിലും ചെയ്യണം എന്നാണ് അതെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ അതെ ആഡ് ഓൺ ആയിട്ട് എന്തായാലും ലാംഗ്വേജും കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർ എഫർട്ട്ലെസ് ഉം. ആയിട്ട് അവിടെ പെട്ടെന്ന് ഇതാവാൻ പറ്റും, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അതെ പറ്റും. അതെ അതെ, ഞങ്ങൾ ശരിയാണ് വിട്ട ശരി. കാൻഡിഡേറ്റ്സ് ഒക്കെ ആ രീതിയിലാണ് ഫീഡ്ബാക്ക് തന്നോണ്ടിരിക്കുന്നത്. മാം, വി ആർ റിയലി ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ആ, അവിടെ ആയിട്ടുണ്ട്. നന്നായി നന്നായി, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും നമുക്ക് കുറെ കാര്യങ്ങൾ പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇനിയും എന്തെങ്കിലും രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അതിനാണല്ലോ വെൻ എന്ന് പറയുന്നത് മാമിന്റെ ഉള്ളത്. ഓഫീസ് ശരിക്കും എവിടെ വരുന്നത്? ഞാൻ കോഴിക്കോട് ഇവിടെ കണ്ടംകുളം ക്രോസ് റോഡ്, MCC ബാങ്ക് കോഴിക്കോട് ബസ് സ്റ്റോപ്പ് അവിടെ അടുത്തായിട്ട് വരും. ഓ, ഞങ്ങളുടെ ഓ, വീടിന്റെ അടുത്ത് തന്നെയാണ്. ഈ ബിൽഡിംഗ് മൊത്തം ഞങ്ങളുടെ ഇത് ഓഫീസാണ്. ഇപ്പൊ ഓഫീസ്. ഏകദേശം 40ഓളം എംപ്ലോയീസ് ഈ ബിൽഡിംഗിൽ ഉണ്ട് ഇപ്പൊ. ഓ, അതെ. ആൻഡ് ഗ്രേറ്റ്. കൊച്ചിയില് ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ട്. അവിടെ ചെറിയ ഓഫീസാണ് കൊച്ചിയില്, വലിയ ഓഫീസ് കോഴിക്കോടാണ്. അതെ. അത് അങ്ങനെ. കൂടാതെ എനിക്ക് 5 ഓൺവേർഡ് ഫ്രാഞ്ചൈസി പോലെ വേറെ 5 ലൊക്കേഷൻസിൽ ഞാൻ നേരിട്ട് നടത്തുന്നതല്ല, എന്റെ അണ്ടറിൽ വരുന്ന രീതിയിൽ അങ്ങനെയുണ്ട്. ഏകദേശം 10,000ഓളം രജിസ്റ്റേർഡ് ക്ലയൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അതെ, ഓ, അങ്ങനെയാണ്. ഉം. 10,000-ഓളം. അതെ 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 ഗ്രേറ്റ്. അതെ ഇത്രയും എനിക്ക് യെസ്. അറിയില്ലായിരുന്നു മാം, ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ഇതായിട്ട്. ഓ, റൈറ്റ്, ഇനിയും ഓക്കെ, ഇനിയും ശരി. ഗ്രോ ചെയ്യട്ടെ. ഇപ്പൊ മാം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ താങ്ക് യു. ശരിക്കും സൊസൈറ്റിക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ അത്യാവശ്യമായിട്ട് യെസ് തന്നെ എനിക്ക് തോന്നിയത്. ഇപ്പൊ എനിക്ക് പോലും യെസ്. അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല. മാമിന്റെ ഓഫീസ് എന്തായാലും ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അഡ്വൈസും ഇതെല്ലാം ആവശ്യമാണ്. മോസ്റ്റ് വെൽക്കം, പ്ലീസ്, മോസ്റ്റ് വെൽക്കം. ലൊക്കേഷൻ ഞാൻ ചോദിച്ചില്ല. എന്റെ ഓഫീസ് ഏകദേശം മാമിന്റെ ആ ഭാഗത്ത് തന്നെയായിട്ടാണ് വരുന്നത്. തളി ക്ഷേത്രമില്ല, തളി ടെമ്പിൾ. ആ,
തളി ടെമ്പിളിന്റെ അവിടുന്ന് മറ്റേ സമോറിസ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആ വെയിലാണ് ZCN റോഡിൽ. ഇത്ര അടുത്ത് നമ്മൾ പരസ്പരം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലേ അല്ലേ? അതെ അതെ അതെ, ശരിക്കും നമുക്ക് അത് വാക്കിംഗ് ശരിയാണ്. ഡിസ്റ്റൻസേ ഉള്ളൂ. എനിവേ ഏതായാലും ഇതിലൂടെയെങ്കിലും നമ്മൾ അറിഞ്ഞല്ലോ, അത് നന്നായി അതെ അതെ. ഏതായാലും. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ വെരി നൈസ് രബി, നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം. എന്തായാലും നമുക്ക് വെരി നൈസ് നേരിട്ട് ഈവനിങ്. കാണാം, നേരിട്ട് മീറ്റ് യു. കാണാം. ഓക്കെ യാ, ശരി. നേരിട്ട് ഓക്കെ, കാണണം, സീ തീർച്ചയായിട്ടും യു. കാണാം. ബൈ ബൈ താങ്ക് ബൈ. യു.